ഈ എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ നമ്മൾ അങ്കണവാടിയിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. രാവിലെ 9 മണിയായിട്ടില്ല, 8:45 എല്ലാവരും ചോദിക്കും, വലുത്താത്ത അങ്ങളെ പണിയൊക്കെ അങ്കണവാടിൻ്റെ അടുത്തുള്ളവരൊക്കെ ചോദിക്കും കേട്ടോ, ഇത്രയും സമയമാകുമ്പോഴത്തേന് നിങ്ങളെ ജോലി പണികളൊക്കെ കഴിഞ്ഞ് നിങ്ങളവിടെ എത്തിയില്ല, നിങ്ങൾ എന്താണ് രാവിലെ കാട്ടുന്നത്? ഇപ്പോൾ നമ്മളങ്ങനെ പെട്ടെന്ന് സ്പീഡിൽ എടുത്ത് നമ്മളെ ജോലി തീർക്കുകയാണ്. നമുക്കൊരു വഴിക്ക് പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ജോലിയൊക്കെ പെട്ടെന്ന് തീരും. നമ്മൾ വിചാരിക്കണം പെട്ടെന്ന് തീരണം, നമുക്കൊരു വഴിക്ക് പോകാനുണ്ടെന്ന് നമ്മൾ വിചാരിക്കണം. എന്നാൽ എന്ത് ചെയ്യും, നമ്മളെ ജോലിയൊക്കെ പെട്ടെന്ന് തീരും, നമുക്ക് പോകാൻ പറ്റും. മഴയാണെങ്കിലും വെയിലാണെങ്കിലും നമുക്കൊരു സ്ഥിരമായിട്ടൊരു ജോലി ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളെ വീട്ടിലുള്ളതൊക്കെ തീർത്തിട്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റും. പോവും. അപ്പോൾ അതാ ഇവിടുന്ന് ഒരു 5 മിനിറ്റ് ഉള്ളൂ കേട്ടോ അങ്കണവാടിക്ക്. ഈ തോടും പാടവും ഒക്കെ കടന്ന് വേണം എനിക്ക് പോകണമെങ്കിൽ. മഴയാണെങ്കിൽ ബുദ്ധിമുട്ടാണ് ഈ തോട് കടന്ന് പോകാൻ. കുറച്ചുള്ളൂ കേട്ടോ, തോടെന്ന് പറയാൻ കുറച്ചുള്ളൂ. വെള്ളമൊക്കെ കുറവാണ്. മഴ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വെള്ളം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് തുറന്ന് കൊണ്ടുവരാം, അധികമൊന്നുമില്ല. അപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞു. അപ്പോൾ നമ്മളെ വീഡിയോസ് നിങ്ങൾക്ക് കുറേ കൂട്ടുകാരുണ്ട്, പുതിയ കൂട്ടുകാരുണ്ട്. അപ്പോൾ നമ്മളെ ഇനി ഫോളോ ചെയ്യാനും സബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഫോളോ ചെയ്യുക. നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. എൻ്റെ അടുത്ത് നിന്ന് പറയാൻ എന്താ പറയുക, നാടൻ രീതിയിലുള്ള കുക്കിങ് കാര്യങ്ങളൊക്കെയാണ് എൻ്റെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പോൾ ദാ ഞാൻ പോവുകയാണ്. ഇന്നത്തെ വീട്ടിലത്തെ ജോലി കഴിഞ്ഞു. ഇനി ചെന്നിട്ട് അങ്കണവാടിയിൽ ഇനി 3:30 മണി വരെ അങ്കണവാടിയാണ്. 3:30 കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ഹൗസ് വിസിറ്റാണ് കേട്ടോ. ഹൗസ് വിസിറ്റ് 4:30 മണി വരെയാണ്. എന്നാലും കുറച്ചൊക്കെ വീടുകളിലൊക്കെ പോകും. വീടുകളിലൊക്കെ പോയിട്ട് അവിടുത്തെ വിവരങ്ങളും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യുക എന്നാണ്. ഒരു ദിവസം എത്ര വീട് വിസിറ്റ് ചെയ്തു അതിൻ്റെയൊക്കെ കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ 3:30 കഴിഞ്ഞാൽ 4:30 വരെ ഹൗസ് വിസിറ്റാണ്. അങ്ങനെയൊക്കെയുള്ള തിരക്കുകളും കാര്യങ്ങളും. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവരും അത് ലൈക്ക് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം കേട്ടോ. അപ്പോൾ ഇതാ ചക്ക കേട്ടോ, വലിയൊരു ചക്ക കിട്ടിയിരിക്കണ്. അപ്പോൾ ഇതുകൊണ്ടാണ് ഇന്നത്തെ ആദ്യത്തെ അഭ്യാസം എന്ന് പറയുന്നത്. ഇതൊന്ന് കൊത്തിപ്പറിച്ച് ചക്കച്ചോളം എടുത്ത് കുറച്ച് ഫ്രിഡ്ജിൽ പിന്നെ സ്റ്റോക്ക് ചെയ്യണം, ചക്ക കഴിയുമ്പോൾ വെക്കാൻ. അപ്പോൾ ഇത് വലിയൊരു ചക്ക തന്നെയാണ് കേട്ടോ ഇതും. അപ്പോൾ ഇതിൻ്റെ കൂട്ടാനാണ്. ഞാൻ മൊത്തം വീഡിയോസ് ഒന്നും കാണിക്കണില്ല കേട്ടോ, കാരണം എന്താണെന്നറിയോ, വീഡിയോ ലെങ്ത് ആവും, എനിക്കാണെങ്കിൽ സമയമല്ല. നമുക്ക് അങ്കണവാടിയിൽ നേരത്തെ പോവും വേണം, വീഡിയോസ് എടുക്കണം, എല്ലാം കൂടെ നടക്കൂല കേട്ടോ. രാവിലെ 8 മണി 9 മണിയാകുമ്പോഴത്തേന് വീട്ടിൽ നിന്ന് ഇറങ്ങും വേണം, വീഡിയോ എഡിറ്റ് ചെയ്യണം, അത് ഇടണം, അതിലിടയ്ക്ക് ഇത് കാണിക്കണം. അപ്പോൾ അതിനൊന്നും സമയം ഉണ്ടാവില്ല. അപ്പോൾ ധൃതിയിലാണ് കേട്ടോ നമ്മൾ. എന്നാൽ തന്നെ എല്ലാവർക്കും അത്ഭുതമാണ്, ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മൾ ആ സമയത്ത് കറക്റ്റ് നമ്മളെ ഡ്യൂട്ടിക്ക് എത്തുന്നുണ്ട്, എല്ലാ പണിയും കഴിഞ്ഞ് നമ്മൾ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുളിക്കണീൻ്റെ അലക്കണീൻ്റെ ഒക്കെ മുന്നെയാണ് ഈ ചക്കയും കൊണ്ടുള്ള ഈ അഭ്യാസം കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ചക്ക ഇത് കൂട്ടാൻ വയ്ക്കണമെന്നും ഞാൻ കാണിക്കണില്ല. എന്നിട്ട് ഇതൊന്ന് തൂമിച്ചെടുക്കണം, അത് കാണിക്കാം. കൂട്ടാൻ തൂമിക്കാണ് കേട്ടോ. ചെറിയ ഉള്ളിയും കറിവേപ്പിൻ്റെലയും കടുകും ഒക്കെ ഇട്ടിട്ട് പച്ച വെളിച്ചെണ്ണയിൽ തൂമിച്ചിട്ട് നമ്മളെ ചക്ക റെഡി ആക്കണം കേട്ടോ. ചക്ക കൂട്ടാൻ വലിയ ചുളയായാലും എന്താണെന്നറിയോ, ചക്ക ഉണ്ടാക്കാൻ നല്ല ഈസിയാവും, സുഖത്തിലുണ്ടാക്കാം. വലിയ ചുളയാവുമ്പോൾ ഉള്ളി നല്ലോണം കരിയരുത്, നല്ലോണം കരിഞ്ഞാൽ ചക്ക കൂട്ടാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതാ നമ്മൾ ചക്ക കൂട്ടാൻ റെഡി മണി ആയിക്കണ്. നല്ലോണം വെന്ത് വരകണ ചക്കയാണ് കേട്ടോ. നാളികേരവും ചെറിയ ഉള്ളിയും നല്ല ജീരകമൊക്കെ ഇന്ന് ഞാൻ അരച്ചിട്ടുണ്ട് കേട്ടോ. ആ വലിയ മുളക് കീറിയിട്ടതാണേ, പച്ചമുളക്, അത് നല്ലോണം ഉടച്ചാൽ നമ്മളെ ചക്ക കൂട്ടാനും റെഡിയായി. കുക്കറിലാണ് വെച്ചിട്ടുള്ളത്. ചക്ക കൂട്ടാൻ കുക്കറിൽ വെച്ചു. പിന്നെ ചോറും ഒരു ചാറും ഒക്കെ അടുപ്പത്തുമാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതാ അതിന് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അരി കഴുകുകയാണ്. റേഷൻ അരി ആയതുകൊണ്ട് തന്നെ വേഗം വെന്ത് കിട്ടും കേട്ടോ. അന്ന് ഞാൻ വീഡിയോ ലെങ്ത് ആകണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ചാണ് എടുക്കുന്നത്. അപ്പോൾ അതാ വെള്ളം തിളച്ചേക്ക് തന്നെ അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്താ പറയുക, അരമണിക്കൂറൊന്നും വേണ്ട, അപ്പോഴത്തേനും ഈ അരി വെന്ത് ചോറായിട്ട് കിട്ടും കേട്ടോ. പിന്നെ ഇതിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കറി ഉണ്ടാക്കണം. ഇന്നാണെങ്കിൽ എനിക്ക് തീരെ വൈകി, ആ ചക്കമ്മ മല്ലിക്കെട്ടി നിന്നതുകൊണ്ടേ ഇന്ന് സമയം പോയതറിഞ്ഞില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇന്ന് വീഡിയോ ഇത്രയൊക്കെ തന്നെ എടുക്കുന്നുള്ളൂ, മൊത്തത്തിൽ എടുക്കാൻ എനിക്ക് പറ്റുന്നില്ല കൂട്ടുകാരെ.
അപ്പോൾ അതാ സ്രാവ് മീനുണ്ട് പൊരിക്കാൻ. അത് ഉപ്പ് പോകാൻ വേണ്ടി ഇപ്പം തന്നെ വെള്ളത്തിലിട്ടു. അപ്പോൾ ഇത് അരി വെന്ത് ഊറ്റുന്നത് വരെ അത് വെള്ളത്തിൽ കിടക്കും. അതിൻ്റെ ശേഷമാണ് പൊരിക്കട്ടോ. പിന്നെ ഞാനൊരു കറി ഉണ്ടാക്കിയിട്ടുണ്ട്. തക്കാളിയും അതുപോലുള്ള കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് ഒരു കറി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അതിൽ നാളികേരമൊക്കെ അരച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇനി അതൊന്ന് തൂമിച്ചെടുക്കണം കേട്ടോ. അത് തൂമിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അടുക്കള പണി ഇന്ന് ഇത് തന്നെയാണ്. പിന്നെ ഉണക്കരി പൊരിക്കുന്നതും കറിയും ചക്കക്കൂട്ടാനും ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കൂട്ടുകാരെ. ഇതാണ് ഞാൻ ജോലിക്ക് പോകുന്നതിൻ്റെ മുന്നേ തടുപിടി പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാ ജോലിയും ചെയ്തു വെച്ച്. വീട്ടിലൊരു ജോലി ഉണ്ടാവില്ല. പിന്നെ വന്നാൽ ഒന്നും ജോലി നമുക്ക് ഉണ്ടാവില്ല. പിന്നെ വന്നാൽ ചായ ഉണ്ടാക്കി കുടിക്കുക, പിന്നെ നമ്മളെ നേര് കഴുകുക. അപ്പോൾ അന്ന് ഇട്ട ഡ്രസ്സ് എന്തെങ്കിലും അലക്കിയിട്ട് അത്ര തന്നെ ഉള്ളൂ. പിന്നെ എല്ലാ ജോലിയും കഴിഞ്ഞതിന് ശേഷം ഞാൻ കുടിക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചു. അപ്പോൾ എല്ലാവരും വെള്ളം തിളപ്പിച്ച് മാത്രം കുടിക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പറമ്പിൽ അവിടെ ഇവിടെയൊക്കെ എല്ലായിടത്തും ടോയ്ലറ്റ് ഉള്ളത് കൊണ്ട് തന്നെ അടിയൊഴുക്കുണ്ട്. മഴ പെയ്ത് വെള്ളം ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് അണുക്കൾ നമ്മളെ കിണറ്റിലേക്ക് വരാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് രോഗം വരും. അതുകൊണ്ട് എല്ലാവരും വെള്ളം തിളപ്പിച്ച് മാത്രം കുടിക്കണം എന്ന് പറയാണ്.